നമസ്കാരം. ഓ ഓം നമോ നാരായണായ. ശ്രീ എഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനം ശ്ലോകം 54 പാരായണം ചെയ്യാം. ബ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ശ്ലോകം. ബന്ധുക്കളർത്ഥഗ്രഹപുത്രാദിജാലമതിൽ ബന്ധിച്ചവൻ ഉലകിൽ നിന്തത്വമോർക്കിലിത് അന്ധന്നു കാട്ടിയൊരു കണ്ണാടി പോലെ വരും എന്നാ കൊല ജഗതി നാരായണായ നമ. 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 ഉലകിൽ ബന്ധുക്കൾ അർത്ഥഗ്രഹ പുത്രാദിജാലമതിൽ ബന്ധിച്ചവന്. സാംസാരിക ജീവിതം തന്നെ ഒരു ബന്ധമാണ്. ബന്ധുക്കൾ, സമ്പത്ത്, വീട്, പുത്രൻ തുടങ്ങിയുള്ളവ ഓരോ തരത്തിലുള്ള ബന്ധനങ്ങളാണ്. അത്തരം ബന്ധങ്ങളിൽ കുടുങ്ങിയവന് നിൻ തത്വമൊക്കെ ഇത് അന്ധന് കാട്ടിയ ഒരു കണ്ണാടി പോലെ വരും. ബ്രഹ്മതത്വം കുരുടൻ്റെ മുൻപിൽ പിടിച്ചിരിക്കുന്ന കണ്ണാടി പോലെ നിഷ്പ്രയോജനമാണ്. കണ്ണാടിക്ക് നമ്മുടെ രൂപം കാണിക്കാൻ സാധിക്കും. സാംസാരിക ബദ്ധനായ ഒരുവന് ബ്രഹ്മം അന്ധൻ്റെ കണ്ണാടി പോലെയാണ്. കണ്ണാടി അന്ധൻ കാണുന്നില്ല എന്നു മാത്രമല്ല, കണ്ണാടിയിൽ തന്നെ പ്രതിഫലിച്ച് കാണുന്നുമില്ല. അവനവനെ തന്നെ കണ്ണാടിയിൽ പ്രതിഫലിച്ച് കാണുന്നുമില്ല. അതുപോലെ തൻ്റെ ചുറ്റും തന്നിലും വ്യാപിച്ചു നിൽക്കുന്ന ബ്രഹ്മത്തെ ലൗകിക സുഖാസക്തൻ കാണുന്നില്ല എന്നു മാത്രമല്ല, അതിൽ അവനവനെ തന്നെയും കാണുന്നില്ല. അതുപോലെയുള്ള അവസ്ഥ തനിക്കുണ്ടാകരുതെന്നാണ് ഇവിടെ ആചാര്യൻ്റെ പ്രാർത്ഥന. അന്ധൻ തമസിൻ്റെ പ്രതിനിധിയാണ്. കണ്ണാടി പരിശുദ്ധ ബോധത്തിൻ്റെയും. ഒന്ന് അനുപ്രസ്ഥമാണെങ്കിൽ മറ്റൊന്ന് ഉപരിതമമാണ്. ഒന്ന് സ്ഥൂലമാണെങ്കിൽ മറ്റൊന്ന് സൂക്ഷ്മമാണ്. ഒന്ന് ധനാത്മകമാണെങ്കിൽ മറ്റൊന്ന് ഋണാത്മകമാണ്. രണ്ടും തമ്മിൽ ഒരു പൊരുത്തവും ഇല്ല. പൊരുത്തപ്പെടാൻ കഴിയുകയാണ് വേണ്ടത്. അതിനെന്താണ് നാം വേണ്ടത്? ബന്ധുക്കളെന്നും പുത്രന്മാരെന്നും മറ്റുമുള്ള ഭൗതിക ബന്ധങ്ങൾ ഇല്ലാതെയാകണം. നാനാത്വത്തെ സൃഷ്ടിക്കുന്ന ബുദ്ധിയും അവയോട് പറ്റുന്ന മനസ്സും രണ്ടും പോകണം. അത് പോകാൻ എന്താണ് മാർഗം? ഭക്തിമാർഗത്തിൽ ചരിക്കണം, ജ്ഞാനമാർഗത്തിൽ ചരിക്കണം. ഈ ജീവിതചര്യയിലൊക്കെ യോഗാത്മകത്വം വന്നാൽ മതി. ലൗകിക ജീവിതത്തിൽ യോഗബുദ്ധി വരുന്നതിനെയാണ് ഭക്ത്യാദി യോഗങ്ങളായി കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ബന്ധം ആത്മാനാത്മഭേദത്തിൽ നിന്നും ജനിക്കുന്നതാണ്. ആത്മാവിനെ അനാത്മാവായി കൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ താനെന്നും തൻ്റേതെന്നും തൻ്റെ ബന്ധുക്കളെന്നും അവരുടെ കാര്യമെന്നുമൊക്കെയുള്ള ചിന്ത ഉദിക്കും. സംഘം മുറുകുകയും ചെയ്യും. അതിനാൽ അതിനിടയാക്കാതിരിക്കാൻ അനുഗ്രഹമുണ്ടാകണമെന്ന് മനസ്സ പ്രാർത്ഥിക്കുകയാണ് ഈ ശ്ലോകത്തിൽ.
54-ാമത്തെ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. ബന്ധുക്കളർത്ഥഗ്രഹപുത്രാദിജാലമതിൽ ബന്ധിച്ചവൻ ഉലകിൽ നിന്തത്വമോർക്കിലിതം അന്ധന്നു കാട്ടിയൊരു കണ്ണാടി പോലെ വരും എന്നാ കൊല ജഗതി നാരായണായ നമ. നാരായണായ നമ 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 നാരായണായ നമ.